ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് ഷാരി. എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞാൻ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു നഴ്സിംഗ് ഹോമിൽ. സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ അത്യാവശ്യം ഒരു വെൽ സെറ്റിൽഡായിട്ട് ഞങ്ങൾ ഫാമിലി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ ദുബായിലൊരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും പാർട്ട്ണർഷിപ്പിലായിരുന്നു കമ്പനി പൊയ്ക്കൊണ്ടിരുന്നത്. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും വേറെ പാർട്ട്ണർ ഞങ്ങൾ ചീറ്റ് ചെയ്തു. അങ്ങനെ കമ്പനിയൊക്കെ ഒത്തിരി ലോസായി. ഒരു 2 വർഷത്തോളം ഞങ്ങൾ ഭയങ്കര ക്രൈസിസിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിദേശത്ത് പോകാം എന്ന് തീരുമാനിച്ചത് ഫാമിലിയായിട്ട്. അപ്പോൾ UK-യിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട്. അവർ വഴിയായിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതിന് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ IELTS എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് IELTS എഴുതി അങ്ങനെ പ്രോസസ്സിങ് ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ IELTS എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഇത് ഒന്ന് വേഗം ശരിയാക്കി കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയിരുന്നത്. റിസൾട്ട് വന്നു, പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയപ്പോഴേക്കും അത് ഇനി പ്രോസസ്സിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അത് ഫ്ലോപ്പായി. അത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി വിഷമായി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞ് മാതാവിനോട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പുതിയൊരു വിസ പ്രോസസ്സിങ്, അത് വേറെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ വഴിയാണ് എനിക്ക് ആ വിസയുടെ ഓഫർ വന്നേ. ഒരു 2 ആഴ്ച കൊണ്ട്, ഉടമ്പടി എടുത്ത് 2 ആഴ്ച കൊണ്ട് എനിക്ക് ആ വിസ പ്രോസസ്സിംഗ് എല്ലാം ശരിയായി. UK പോകാനായിട്ട് വിസ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പിള്ളേരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാനങ്ങനെ അവരെ വിട്ടിങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പേ ഞാനൊരു നിയോഗം വെച്ചിട്ടാണ് പോയി. ഞാൻ പോയി 2 മാസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളെ എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടാണ് പോയി. അവിടെ പോയി കാര്യങ്ങളൊക്കെ ശരിയായി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ വിസ പ്രോസസ്സിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി 2 മാസം 2.5 മാസമൊക്കെ 1.5 മാസമൊക്കെ ആയപ്പോഴേക്കും അവിടെ വീണ്ടും വിസയുടെ സ്റ്റാറ്റസൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഡിപ്പെൻഡൻസിനെ കൂടെ കൂട്ടാൻ പറ്റില്ല. അങ്ങനെ പല നിയമങ്ങളൊക്കെ വരുന്നത് കാരണം ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ആദ്യം പോയി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അപ്പോൾ ഇനി എന്തെങ്കിലും വിസയുടെ സ്റ്റാറ്റസൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രോസസ്സിങ് എത്രയും പെട്ടെന്ന് തുടങ്ങാമെന്നും പറഞ്ഞു. ഞങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പേ ഒരു 1 മന്ത് അക്കോമഡേഷൻ നമുക്ക് നഴ്സിംഗ് ഹോമിൽ അവർ തരും. പക്ഷേ അത് കഴിഞ്ഞ് ഫാമിലി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വേറെ അക്കോമഡേഷൻ നോക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് മീൻവൈൽ ഞാൻ അവരെ അക്കോമഡേഷനും നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു വീട് കിട്ടാൻ. പക്ഷേ ഇന്ത്യക്കാർക്ക് ഓവർസീസിന് വീട് തരാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട് നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു 3-4-5 വീട് കണ്ടിട്ടും എനിക്ക് ഒരെണ്ണം ശരിയാകുന്നില്ല. ഈ വിസയുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകുന്നത് കാരണം ഞാൻ അവരെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുപ്പിച്ചായിരുന്നു. അവർ വരുന്നതിന് 1 ആഴ്ച മുമ്പ് വരെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ശരിയായാൽ എനിക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ജോലി തിരക്ക് കാരണം, ജോലിയുടെ തിരക്കും പിന്നെ എനിക്ക് ഓഫുള്ള സമയത്ത് ഞാൻ പോയി വീട് വ്യൂവിങ്ങിന് പോകാൻ പറ്റൂ. അതൊക്കെ ടൈം ഷോർട്ടേജാണ്. 1 വീക്കേ ഉള്ളൂ അവർ വരാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു 5-6 വീട് കൊണ്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വിളിയൊന്നും വരില്ല. അങ്ങനെ ഇവർ നാട്ടിൽ നിന്ന് UK-യിലോട്ട് വരുന്നതിന്, ഫാമിലി നാട്ടിൽ നിന്ന് UK-യിലോട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പേ വരെ ഞാനൊരു വീട് പോയി കണ്ടിട്ട് എനിക്കതും ശരിയായില്ല. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം
ഒരു വയസ്സായ ഒരു ഇംഗ്ലീഷുകാർ 2 പേര്, ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും. ഒരു ദിവസം ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ അവരെന്നെ കണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോവാ എന്താന്നൊക്കെ എന്നോടിങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അവർ എനിക്ക് ഫോൺ നമ്പർ തന്നു. അതൊരു 2-3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. എൻ്റെ ഫാമിലി വരുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ പരിചയപ്പെട്ടെ. അത് കഴിഞ്ഞ് എന്നിട്ട് ഇവർ വരുന്നതിന് മുന്നേ വീട് ശരിയാകാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ആ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ ഫാമിലി വരുന്നുണ്ട്, എനിക്ക് അക്കോമഡേഷൻ ശരിയായിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ അവരോട് പറഞ്ഞപ്പോഴേക്കും അവർ പറയുക, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 4 പിള്ളേരുണ്ട്, എൻ്റെ ഭർത്താവും ഉണ്ട്. അപ്പോൾ എന്തായാലും നഴ്സിംഗ് ഹോമിൽ എനിക്ക് അക്കോമഡേഷൻ കിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾക്കിവിടെ 3 റൂമുണ്ട്, വീട് കിട്ടുന്നത് വരെ നിനക്കിവിടെ പിള്ളേരുമായിട്ട് താമസിക്കാമെന്ന് പറഞ്ഞു. എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഇപ്പോഴും അറിയില്ല. കാരണം ഒരു പരിചയവുമില്ലാത്ത ഒരു ഇന്ത്യക്കാരിയായ എനിക്ക് ഒരു ഇംഗ്ലീഷുകാരുടെ വീട്ടിൽ അവർ സമ്മതിച്ച് അവരുടെ വീട് എനിക്ക് 2 റൂം എനിക്ക് ഷെയർ ചെയ്യാൻ തരിക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്ഭുതമാണ്. അവിടെയൊന്നും അങ്ങനെ നടക്കാത്ത കാര്യങ്ങളാണ്. താമസിക്കാൻ, വാടക കൊടുത്ത് താമസിക്കാൻ പോലും അവർ വീട് തരാത്ത ആൾക്കാർ ചുമ്മാ കയറി താമസിച്ചോന്നും പറഞ്ഞ് എനിക്ക് 2 ആഴ്ച വീട് കിട്ടുന്നത് വരെ, 2 ആഴ്ചയല്ല, 1 മാസമായാലും 1 വർഷമായാലും നിനക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് വീട് തരിക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്ഭുത കാര്യമാണ് അത്. അപ്പോൾ എന്തായാലും ഞാനിവരെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളിങ്ങ് കയറി പോന്നോളൂ, ഇനി വീട് ശരിയായി എന്ന് പറഞ്ഞ് അവരപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു. ഞങ്ങൾ പാതിരാത്രി ഒരു 11:30 ഇവിടെ ആകുമ്പോൾ ഒരു 2:30-3 മണി ആവും ഇന്ത്യൻ ടൈം. അങ്ങനെ അവരെ ആ രാത്രി ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി. അവർ കിടന്ന ബെഡ്റൂം ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്നിട്ട് അവരൊരു ചെറിയ ബെഡ്റൂമിൽ പോയി ഞങ്ങൾക്ക് ആ 2 ബെഡ്റൂം ഞങ്ങൾക്ക് ഒഴിഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളവിടെ 2 ആഴ്ച വരെ താമസിച്ചു. അത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു വീട് ശരിയായി എന്നും പറഞ്ഞ് എനിക്കൊരു കോൾ വരുവാണ്. ഞാൻ ചെന്ന് കണ്ടപ്പോഴേക്കും 3-4 വീട് മുന്നേ കണ്ടിട്ട് എനിക്കൊന്നും ശരിയാകാത്ത കാരണം ഞാൻ അന്ന് ആ വീട്ടിൽ കയറിയപ്പോൾ ഞാൻ കിച്ചണിനകത്ത് ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഈ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ കുറേ വീട് കണ്ടിട്ട് എനിക്കൊന്നും ശരിയായില്ല, എനിക്ക് ഈ കിച്ചണിൽ നിന്ന് എനിക്ക് കുക്ക് ചെയ്ത് എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ മാതാവ് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയത്. വീട് കണ്ട് അടുത്ത ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറയുക, റെൻറ്റ് ശരിയായി, അടുത്ത പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങാം, നിങ്ങൾക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് താമസം മാറാമെന്നും പറഞ്ഞ് ആ ലാൻഡ് ലോഡ് എന്നോട് വിളിച്ച് പറയുമായിരുന്നു. അന്നേരം അത് ശരിയായി കഴിഞ്ഞിട്ട് അടുത്ത ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ അതിനകത്തൊരു ഫർണിഷ്ഡ് വീടല്ലായിരുന്നു. ഒരു കട്ടിലോ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. എങ്ങനെ അതിനകത്ത് കയറി കിടക്കുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അതിന് നമുക്ക് അങ്ങനെ ഫർണിച്ചേഴ്സൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒത്തിരി കാശ് കൊടുത്തൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ പോയി 2 മാസത്തിനുള്ളിൽ ഇത്രയും ചിലവ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നീ നിൻ്റെ തിരുക്കുമാരനെ പ്രസവിച്ചത് ഒരു മേഞ്ചറിലാണ്, പക്ഷേ അത്രയും അതിൽ നീ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും അതുപോലെ ഒരു ഇതിൽ നീ എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി എന്നെ വിളിക്കാൻ തുടങ്ങി. അവിടെ ഈ കട്ടിൽ കിടപ്പുണ്ട്, വേണ്ട സാധനങ്ങൾ ഫർണിച്ചർ, സോഫ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും റെഡിയായി. അങ്ങനെ മാതാവ് എന്നെ ഒരു കയറിക്കിടക്കാൻ സ്ഥലമില്ലാതിരുന്ന, ആ ഒരു പരിചയമില്ലാതിരുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്നെ ഇത്രയും വലിയ സൗകര്യത്തിൽ എന്നെ കൊണ്ട് എൻ്റെ മക്കളെയും കൊണ്ടുവന്നു. എല്ലാ സൗകര്യത്തോടും കൂടി ആ ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ എനിക്ക് ആരെന്ന് പോലും പരിചയമില്ലാത്ത, എനിക്ക് ആരെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവരെ കൊണ്ടുവന്ന് എന്നെ സഹായിച്ച് എന്നെ എത്രത്തോളം എത്തിച്ച മാതാവിന് നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, അവർ ഒത്തിരി കഷ്ടപ്പാടിലായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വിളിക്കണമെന്ന് ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴേക്കും 2-3 ആൾക്കാരെ കൂടെ വേണമായിരുന്നു. അന്നേരം ഞാൻ മാനേജറിനോട് സംസാരിച്ചു, അവരുടെ വിസ ഒന്ന് ശരിയാക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളിക്കാരിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു CV യും മറ്റു കാര്യങ്ങളൊക്കെ
അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് തന്നെ CV അതൊക്കെ അയച്ചു കൊടുത്തു. അടുത്ത ദിവസം തന്നെ പ്രോസസ്സിംഗ് ആയി. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത കാരണം ഡയറക്റ്റ് തന്നെ COS സ്പോൺസർഷിപ്പ് പുള്ളിക്കാരി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രോസസ്സിങ് ചെയ്ത സമയത്ത് ഒത്തിരി ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. മെഡിക്കൽ ആയപ്പോഴത്തേക്കും അവിടെ ഒരു ഡിലേ ആയി. അപ്പോൾ അന്നേരം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇത് നടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ ചെന്നു, ഉടമ്പടി എടുത്തു. പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഡിലേ ആയി. അപ്പോൾ എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഒരു 2-3 മാസത്തോളം ഡിലേ ആയി. അന്നേരം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അത്ര പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ല, പള്ളിയിൽ പോകില്ല, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഞാൻ കരുതി ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേട്ടനോട് പറഞ്ഞിട്ട് 2 പേരും കൂടെ ചെന്ന് ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരന് പോകാൻ താല്പര്യമില്ല, അത് വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ഒരു തടസ്സം കൊണ്ടാകാം ചിലപ്പോൾ മാതാവിന് നിങ്ങൾക്ക് വിസ തരണമെന്ന് തന്നെയായിരിക്കാം, പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു മാനസാന്തരം മാതാവ് ആഗ്രഹിക്കുന്നുണ്ടാകും. അത് ചേച്ചി ഒന്ന് ഇത് സോൾവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ലാത്ത കാരണം അവർ വന്ന് 2 പേരും വന്ന് ഉടമ്പടി പുതുക്കുകയും മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി അവർ UK കയറി വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 5 മാസം കഴിഞ്ഞിട്ട് അറിയുന്നത് വിസ സ്പോൺസർഷിപ്പ് 1 വർഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടിലായി, ഭയങ്കര പ്രഷറായി അവർക്ക്. കാരണം 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് ഫാമിലി മൊത്തം തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാശ് മുടക്കി അവിടെ വന്നിട്ട് ഇത്രയും പെട്ടെന്ന് 1 വർഷത്തെ വിസ എടുത്തിട്ട് പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോടത് പറഞ്ഞില്ലായിരുന്നു. എനിക്കും അറിയില്ല COS 1 വർഷത്തേക്കാണെന്നുള്ള കാര്യം. ഞാൻ വേറെ പുറത്തുനിന്ന് ഒരാൾ വഴിയാണ് ഞാൻ അറിഞ്ഞു, അവരുടെ COS ഇത്രയേ ഉള്ളൂ, നീ എന്താ കാണിച്ചേ, നീയല്ലേ അവരെ കൊണ്ടുവന്ന്, അതൊക്കെ നോക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഞാനാണ് ചെയ്തതെങ്കിൽ ഇത് ഫ്ലോപ്പായേനെ ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ മാതാവ് കാണിച്ചു തന്നത് കൊണ്ട്, മാതാവ് കൊണ്ടുവന്നത് കാരണം മാതാവ് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് നീ അവരെ കൊണ്ടുവന്നേ, ഈ തടസ്സങ്ങളെല്ലാം ഇത്രയും മാറ്റി നീ അവരെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചെങ്കിൽ അവർ പകുതി വഴിക്ക് നീ പറഞ്ഞേക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ മാനേജറിനെ കാണാൻ പോയി. മാനേജറിനെ കാണുന്ന സമയത്ത് ഞാൻ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഇവർക്കിത് പകുതി വഴിക്ക് വെച്ച് തിരിച്ചു പോകാൻ അനുവദിക്കരുത്, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാനേജറിനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, അതുവരെയും പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പുള്ളിക്കാരി പറയുക, അത് ഞാൻ നോക്കട്ടെ, ഇല്ലയെന്ന് പറയുന്നില്ല, എന്തായാലും അവർ തിരിച്ചു പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വരില്ല, ഞാനൊന്ന് 1 ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. 2 ദിവസം കൊണ്ട് അവരുടെ പ്രോസസ്സിങ് ശരിയായി. പുതിയ COS 3 വർഷത്തേക്കുള്ള പുതിയ COS അടിച്ച് പുള്ളിക്കാരി അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതും ഒരു വലിയ അത്ഭുതമായിട്ടാണ് മാതാവ് എനിക്കും ആ കുടുംബത്തിനും ചെയ്തു കൊടുത്ത വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അടുത്തൊരു സാക്ഷ്യം, ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, എൻ്റെ മോൾ 6 വയസ്സായ ഒരു മോളുണ്ട്. അവൾക്ക് ചെവിയുടെ പുറകിലൊരു കഴല പോലെ വന്നായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഒത്തിരി പേടിച്ചു പോയി. കാരണം അത് വേറെ എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീടിനടുത്ത് ഉടമ്പടി എടുത്ത ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആൻറ്റിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി വീട്ടിൽ വന്നു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് മോളോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ എടുക്ക്, നിനക്ക് സമയമുള്ളപ്പോൾ നീ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ തൈലം പുരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു, അത് മുടിയിൽ താരൻ്റെയോ പേനിൻ്റെയോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതുണ്ടാവും, വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സമാധാനമാവുകയും അടുത്ത ദിവസം തന്നെ ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ചിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പുതുക്കി ഓരോ മാസവും വന്ന് പത്രം വാങ്ങിയിട്ട് പോകുമ്പോൾ
ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നിടം വരെയും ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ആ പത്രം മൊത്തം കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് ഉണ്ടായ അനുഗ്രഹങ്ങളെല്ലാം അവരോട് പങ്കുവെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ആ പത്രം കൊടുത്ത് തീർത്തിട്ടേ പോകുള്ളായിരുന്നു. അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് പത്രം കൊടുത്തിട്ട് അടുത്ത ട്രെയിൻ ഞാൻ കയറുള്ളായിരുന്നു. അതെൻ്റെ ഞാൻ മാതാവിനോട് ചെയ്യുന്ന എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് കൊടുക്കുന്ന ഒരു നന്ദിയായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. പിന്നെ വീട്ടിലാണേലും എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഈ 4 പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അതിരാവിലെ ഞാൻ 6 മണിക്ക് അവിടെ ചെന്ന് 2 മണിക്കൂർ അവരെ സഹായിച്ചിട്ട് അവരെ കുളിപ്പിക്കുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, ഭക്ഷണം വാരി കൊടുക്കുക, അതെല്ലാം ചെയ്തിട്ട് 8 മണിക്കുള്ളിൽ ഞാൻ വീട്ടിൽ വന്ന് അവരെ സ്കൂളിൽ വിടുക ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നേ വരെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 3 വർഷമാകാൻ പോകുന്നു. ഈ 3 വർഷത്തിനുള്ളിൽ ഒരൊറ്റ ധ്യാനം പോലും ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടക്കിയിട്ടില്ല. എന്ത് തന്നെ ബിസി ആയിരുന്നാലും ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒറ്റ ദിവസം കൊണ്ട് അടുത്ത ദിവസത്തേക്ക് വെക്കാതെ ഞാൻ ആ ഒരു ദിവസം കൊണ്ട് ചൊവ്വാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ അന്ന് ആ ധ്യാനം കൂടിയിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളായിരുന്നു. കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ നടക്കുമ്പോഴും ഒക്കെ ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചിട്ട് ഞാൻ വേറെ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് വേണ്ട, എൻ്റെ ധ്യാനം മാത്രം കേട്ടാൽ മതിയെന്നും പറഞ്ഞ് ഹെഡ്ഫോൺ എൻ്റെ ചെവിയിൽ വെച്ചിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത് ഇന്നേ വരെ. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചൊല്ലുകയും പള്ളിയിൽ പോവുകയും പിന്നെ എല്ലാ ദിവസവും ധ്യാനം കേട്ടതിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പൊതിച്ചോറുണ്ടാക്കി ഒരു 10-20 പൊതിയെങ്കിലും ഉണ്ടാക്കി എല്ലാ റോഡ് സൈഡ് വീടുകളിലും ഹോസ്പിറ്റലുകളിലും അല്ല, റോഡിൽ ഞങ്ങൾ സ്കൂട്ടിയിൽ പോവും, ബൈക്കിൽ പോയി എല്ലാവർക്കും റോഡിൽ കാണുന്ന എല്ലാവർക്കും ആ പൊതിച്ചോറ് കൊടുത്തിട്ടേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം. ഞാൻ വന്നിട്ട് ഒരാഴ്ചയാകുന്നേ ഉള്ളൂ. പിള്ളേരുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിച്ചിരി തിരക്കായിരുന്നു. അപ്പം ആദ്യം വിചാരിച്ച ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. ഇത്രയും ഡിലേ ആയത് മാതാവിനോട് സോറി പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് 1000 നന്ദി പറഞ്ഞ് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ മരണകാലം വരെ ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ സാക്ഷിയായിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി. വഴിയടഞ്ഞവരുടെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ എങ്ങനെയാണ് സാക്ഷ്യപേടകവുമായി ജനം മുമ്പോട്ട് പോകുമ്പോൾ, മോശയുടെ നേതൃത്വത്തിൽ ജനം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മുൻപിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജോർദാൻ 2ആയി മാറുകയും ശത്രു രാജാക്കന്മാരെ സംഹരിച്ച് തങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനും അതുപോലെ ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കാനുമൊക്കെ അവർക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്, ആ ഒരു അനുഭവം ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിലൂടെ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ കർത്താവിൽ ഞാൻ സന്തോഷിക്കും. ഇന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് UK നിന്ന് വന്ന് താൻ ഒരാഴ്ച അല്പം ലേറ്റായി അതിന് അമ്മയോട് മാപ്പ് പറഞ്ഞ് ഷാരി സ്റ്റീഫൻസൺ തൻ്റെ ദൈവാനുഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തങ്ങൾ നല്ല വെൽ സെറ്റിൽഡ് ആയിരുന്നു, എന്നാൽ പാർട്ട്ണർഷിപ്പിലൂടെ തങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ജോലിയില്ലാത്ത ദിവസങ്ങൾ, വർഷങ്ങൾ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ 4 മക്കളുമുണ്ട്, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തും തനിക്ക് IELTS പാസ്സാകാനും പിന്നീട് പെട്ടെന്ന് തന്നെ താൻ അറിയാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ പോലും തനിക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി UK ചെല്ലുന്നു. തനിക്ക് തൻ്റെ ഫാമിലിയെ കൂടെ കൂട്ടണമെന്നുണ്ട്, എന്നാൽ 2 മാസം മാത്രം
അവിടെ ജോലി ചെയ്യുന്ന തനിക്ക് അതിനൊക്കെ വളരെയേറെ തടസ്സങ്ങൾ, അതുപോലെ വിസയുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ മകള് പിന്നീട് തൻ്റെ ഉടമ്പടി ജീവിതത്തെ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അങ്ങനെ താനൊരു അക്കോമഡേഷന് വേണ്ടിയിട്ട് നോക്കുന്നു. തൻ്റെ ഫാമിലി വരുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് പോലും എടുത്തു എന്നാണ് പറയുക. ഒരാഴ്ചയേ ഉള്ളൂ, പിന്നീട് അത് ഒരു ദിവസമായി മാറി. തനിക്ക് അവിടെ ഒന്നും ലഭിക്കുന്നില്ല, അക്കോമഡേഷൻ. ഈ സാഹചര്യമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ദിവസം മാത്രമുള്ളപ്പോൾ പരിശുദ്ധ അമ്മ അതിനു മുൻപേ അവിടെ വ്യക്തികളെ ഒരുക്കുന്നുണ്ട്. തനിക്കൊരു പരിചയവുമില്ലാത്ത ഇംഗ്ലീഷ് ദമ്പതികൾ അവരെ ഒരുക്കുകയാണ്. അവർ ഫോൺ നമ്പർ കൊടുക്കുന്നു, ആ നമ്പറിൽ വിളിക്കാൻ അമ്മ തോന്നിപ്പിക്കുന്നു. അവർ ഒരിക്കലും അവരുടെ വീട് തനിക്ക് വേണ്ടിയിട്ട് തരേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഈ മകൾ പറയുക. അതുകൊണ്ടാണ് അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ആലയിൽ ആട്ടിൻകൂട്ടം അറ്റുപോയാലുമൊക്കെ ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളത് ഈ അമ്മയെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഈ മകൾ ഇവിടെ നിന്ന് പോവുക. അമ്മ അതുകൊണ്ട് മകളോടൊപ്പം സഞ്ചരിക്കുന്ന അമ്മയായി മാറുന്നു. അങ്ങനെ ആ ദമ്പതികൾ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരുടെ ബെഡ്റൂം ഒഴിഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് പറയുക. അതൊക്കെ എത്രമാത്രമാണ് അതിനൊക്കെ റിസ്ക് ഉള്ളതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യാതൊരു പരിചയവുമില്ലാത്ത ഒരു മലയാളി ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ ദമ്പതികൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ദൈവമാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലെ 13-ാം തിരുവചനം നാം വായിക്കുന്നുണ്ട്. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ മകളുടെ സൽപ്രവൃത്തികൾ, അതായത് തൻ്റെ 4 മക്കൾ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുൻപേ താനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നു, അവിടെ പോയി ശുശ്രൂഷ ചെയ്യുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഇവിടെയാണ് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ മകളുടെ ആ മനോഭാവവും മനസ്സിൻ്റെ ആ ഒരു സന്നദ്ധതയും ദൈവം കണക്കിലെടുക്കുക. അതൊക്കെയാണ് പിന്നീട് കൃപകളായിട്ട് മാറുന്നത്. അതുപോലെ ഭക്ഷണപ്പൊതി ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ജോർദാൻ വറ്റി നദി 2ആയി പകുത്തതുപോലെ, അതുപോലെ ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കിയതുപോലെ ഒരു ദിവസം കൊണ്ട് ദൈവം ഇവർക്ക് അവിടെ അക്കോമഡേഷൻ ഒരുക്കുന്നു. പിന്നീട് തനിക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു അക്കോമഡേഷൻ 1 മാസത്തിനുള്ളിൽ ലഭിച്ചു. അതും ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പിന് വേണ്ടിയിട്ട് വിശുദ്ധ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ താൻ കയറിയ വീട് അത് തനിക്ക് കിട്ടണമെന്ന് ഈ മകൾ ആഗ്രഹിച്ചു. അത് ലഭിച്ചു. എന്നാൽ ഒട്ടും ഫർണിച്ചർ ഇല്ലാത്ത ആ അവസരത്തിൽ എത്രയോ വ്യക്തികളാണ് പിന്നീട് എത്ര പെട്ടെന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഫർണിച്ചറുകൾ ഒരുക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. ഇതൊക്കെ ദൈവമല്ലാതെ ആരുമല്ല തന്നെ നടത്തിയതെന്ന് ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ ഭാരലഘുത്വം, അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇതൊക്കെ ഇവിടെ പൂർത്തിയാവുകയാണ്. അങ്ങനെ തനിക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾ അനവധിയാണെന്ന് ഇന്ന് ഈ മകള് ഷാരി ഇവിടെ പങ്കുവെക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനങ്ങൾ, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു, നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു, നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമുക്കും കാണുവാൻ കഴിയുക. ദൈവം നമ്മോടൊപ്പമുണ്ട്. നാം ദൈവത്തോടൊപ്പമുണ്ടെങ്കിൽ തീർച്ചയായും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും. അതിന് ഒരു ദിവസമല്ല, 1 മിനിറ്റ് മുമ്പേ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ദൈവിക പദ്ധതികൾ, അതാണ് ഇന്ന് ഉടമ്പടിയിലൂടെ മനുഷ്യർ അനുഭവിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.